ഞാനത് ലൈക് പുറമെ പ്രൊഫൈല് കണ്ടു. ഈവൻ ഐ ഡോണ്ട് വാണ്ട് ടു ലിസൺ ഹിസ് വോയിസ്. അവന് അങ്ങനെ വായി തോന്നിയ പലതും വിളിച്ചറിയും. ക്രാക്കാണ്. നെക്സ്റ്റ് ക്രാക്ക് ആയിട്ടാണ് ഒഴിവാക്കി, അല്ലാതെ അവൻ എന്നെ ഒഴിവാക്കിയത്. ഇപ്പോഴും ഒന്നാമത്തെ ഞാൻ വീട് വെച്ചത് ടാങ്ക് വാപ്പിലെ പൈസ കൊണ്ടല്ല. ഞാൻ വീട് എനിക്ക് ടാങ്ക് വാപ്പിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പൈസ കിട്ടിയത് അത് മൊത്തം ട്രാൻസ്ഫർ ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്കാണ്. ആ ആൾ അതെടുത്തിട്ട് പോയി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ നോറ മുസ്കാൻ ആണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നാണെങ്കിൽ എവിക്റ്റ് ആയിട്ട് കുറേ ദിവസങ്ങൾക്ക് മുന്നേ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുറത്ത് വന്നതിന് ശേഷമാണെങ്കിൽ നോറ മുസ്കാൻ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിലായിരുന്നു. അപ്പം കൊച്ചിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആണെങ്കിൽ ഈ പറയുന്ന മീഡിയാസ് ഒന്നും നോറയുടെ ബൈക്കൊന്നും കവർ ചെയ്യാനെ കൊണ്ടൊന്നും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഇത്രയും ദൂരത്ത് കിടക്കുന്നില്ല. അപ്പം പല ആളുകളും ചോദിക്കും, എടാ അവിടെ കിടക്കുന്ന അവൾ എന്തിനാണ് വെറുതെ കൊച്ചി വന്ന് ഇറങ്ങുന്നതെന്ന് ചോദിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം സായി ചേട്ടൻ സീക്രട്ട് ഏജന്റ് ആണെങ്കിൽ പോലും മലപ്പുറത്ത് വീടുള്ള സായി ചേട്ടൻ അവിടെ എറണാകുളത്ത് വന്ന് ഇറങ്ങിയിട്ടുള്ളതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് കൂടുതൽ മീഡിയ കവറേജ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ്. കാരണം ബിഗ് ബോസിൻ്റെ ഇപ്പോൾ ഉള്ള ഈ ഒരു ഓളത്തിൽ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് എൻജോയ് ചെയ്ത് ആ ഒരു വൈബിനെ ഈ ഒഴുക്കിനനുസരിച്ച് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഈ ബിഗ് ബോസിൻ്റെ ഈ ഒരു ഓളമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഒരു മീഡിയം കവർ ചെയ്യാനോ പോയിട്ട് നമ്മളെ ആരും തിരിഞ്ഞു പോലും നോക്കില്ല, മറന്നു പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ അവസരങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നോറയ്ക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് അയ്യോ പാവം എന്നുള്ള രീതിയിലുള്ള സംഭവം എനിക്ക് തോന്നി എന്നുള്ളത് സത്യമാണ് കേട്ടോ. അപ്പോൾ നോറ ബിഗ് ബോസ് ഹൗസിനകത്തിരുന്ന് തൻ്റെ ജീവിതകഥ പറയുന്ന സമയത്തേക്കിന് തൻ്റെ മുൻ ഭർത്താവിനെ കുറിച്ചിട്ടും ഇവർ ഡിവോഴ്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ ഡിവോഴ്സ് ആവാനെ കൊണ്ട് ഹസ്ബൻഡ് ആണെങ്കിൽ ഡിവോഴ്സ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ സ്ട്രഗിൾ ചെയ്തതിന് ശേഷമൊക്കെയാണ് ഡിവോഴ്സ് കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് താൻ ടാങ്കോ ആപ്പിൽ നിന്നും എന്താ പറയുക വീട് വെച്ചതുകൊണ്ട് ആ വീട്ടിലേക്ക് തൻ്റെ അച്ഛനൊന്നും ബാപ്പയൊന്നും വരില്ലായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോറ മുസ്കാൻ ആണെങ്കിൽ ഈ ഹൗസിനകത്ത് ഈ തൻ്റെ ജീവിതകഥ പറഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമാണെങ്കിൽ നമ്മുടെ ഈ എക്സ് ഹസ്ബൻഡ് ആയിട്ടുള്ള ഈ ഒരു വ്യക്തിയാണെങ്കിൽ പിന്നീട് ലൈവ് വന്നിട്ട് പറയാനുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറയാണെങ്കിൽ ഈ ഒരു ടാങ്കോ ആപ്പ് യൂസ് ചെയ്യുന്നത് തനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ നിന്നും നോറ പിൻവാങ്ങാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഡിവോഴ്സിൻ്റെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് പിരിയാനെ കൊണ്ടൊക്കെ തീരുമാനിച്ചെന്നുള്ള രീതിയിലായിരുന്നു പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിൽ ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന ചാനലിലാണെങ്കിൽ നോറ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിനകത്ത് ഇതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് ഞാനിവിടെ പ്ലേ ചെയ്യാം. അതും ഒരു ഗെയിം ഷോയിൽ പങ്കെടുക്കുമ്പോൾ പല നെഗറ്റീവ്സും പല ഭാഗത്തും നമുക്ക് വരും. അങ്ങനെ നോറയ്ക്കും പല നെഗറ്റീവ്സ് വന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. പലരും വന്ന് പലതും പറയും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നോറയുടെ മുമ്പുള്ള ആരോ അതെ അത് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. ഇല്ല. ഓക്കെ, അപ്പൊ നോറയുടെ എക്സ് ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നു ആ ഒരു. ഞാനത് ലൈക് പുറമെ പ്രൊഫൈല് കണ്ടു. ഈവൻ ഐ ഡോണ്ട് വാണ്ട് ടു ലിസൺ ഹിസ് വോയിസ്. എനിക്ക് അതുകൊണ്ട് അത് അവിടെ സംഭവം എന്താന്നുള്ളത് ഞാൻ ചോദിച്ചു. അത് പറഞ്ഞു ഞാൻ ലീഗലി മൂവ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അല്ലാതെ സോഷ്യൽ മീഡിയയിലേക്കുള്ള കളികൾക്കൊന്നും ഇല്ല. ഓക്കെ, അപ്പം അതെന്തുകൊണ്ട് നന്നായി. കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വന്ന് വെറുതെ വലിച്ചു കീറി എന്താ പറയുക, വെറുതെ ആളുകൾക്ക് ഇപ്പം പിച്ച് ചീന്താനെ കൊണ്ട് ഇട്ട് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട് നന്നായെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാര്യം ഇപ്പം ഭർത്താവ് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്കെതിരെയാണെങ്കിൽ നിയമപരമായിട്ട് നീങ്ങുമെന്നാണ് നോറ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ്സ് എന്താ പറയുക അടിപൊളിയാണ്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ സോഷ്യൽ മീഡിയയിൽ തൻ്റെ പേഴ്സണൽ ലൈഫ് കൊണ്ടുവന്ന് വെറുതെ വലിച്ചു കീറേണ്ട ഒരു ആവശ്യമില്ല. ചെയ്തത് റൈറ്റ് പാത്തിൽ തന്നെയാണ് നോറ സംസാരിച്ചേക്കുന്നത്. ഇനി ബാക്കിയും കൂടെ കാണാം. ഞാൻ എന്റെ വോയിസിൽ ഞാൻ പറയുകയാണെങ്കിൽ അതിലുള്ളൊരു കണ്ടന്റ് ഒരുപാട് കണ്ടന്റുകളുണ്ട്. പക്ഷെ അതിൽ മെയിൻ ആയിട്ടൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ജാസ്മിന്റെ കേസ് ആണെങ്കിലും നോറയുടെ കേസ് ആണെങ്കിലും ഒക്കെ ഒരു കേൾക്കുന്ന ഒരു ആപ്പാണ് ഈ ടാങ്കോ ആപ്പ്. ടാങ്കോ ആപ്പിലൂടെയാണ് വീട് വെച്ചത് അങ്ങനെയൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും സത്യം അങ്ങനെയാണോ നോറ? ഞാൻ വീട് വെച്ചത് ടാങ്ക് വാപ്പിലെ പൈസ കൊണ്ടല്ല. ഞാൻ എനിക്ക് ടാങ്ക് വാപ്പിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പൈസ കിട്ടിയത് അത് മൊത്തം ട്രാൻസ്ഫർ ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്കാണ്. ആ ആൾ അതെടുത്തിട്ട് പോയി. ഓക്കെ, അപ്പൊ പിന്നെ എനിക്ക് ഈ ഫണ്ട് വെച്ചാൽ എന്റെ അമ്മന്റെ സിസ്റ്റേഴ്സ് എല്ലാവരും അവരുടെ ഗോൾഡ് തന്നിട്ടും പിന്നെ എന്താ പറയാ KSFE ഇങ്ങനത്തെ കാര്യത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വീടിന്റെ കാര്യം ഇതാക്കുന്നതും. ഞാൻ പിന്നെ അതിങ്ങനെ ലൈക് മന്ത്ലി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഈ രീതിയിലാണ് ഞാൻ പോകുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ എടുത്തതാന്ന് പറയുമ്പോൾ എനിക്ക് ഇതിന്റെ ഡോക്യുമെന്റ്സ് അങ്ങോട്ട് കാണിച്ചു വെച്ചാൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ. അല്ല, നോറ പറഞ്ഞത് വീടൊക്കെ വെച്ചിട്ടുള്ളത് സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ട് അങ്ങനെ ലോണ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നോറ പറഞ്ഞത്. പക്ഷെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇങ്ങനെ അല്ലല്ലോ നോറ പറഞ്ഞിട്ടുള്ളത്. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇൻഫ്ലുവൻസിങ് ചെയ്തിട്ടും സ്ട്രീമിങ് ചെയ്തിട്ടും എനിക്ക് ഒരുപാട് എമൗണ്ട് കിട്ടിയിട്ട് ഞാനൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ ആ പർട്ടിക്കുലർ ടൈമിൽ തന്നെ ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നു. വീട് വിലക്ക് വാങ്ങിച്ചോ? വെരി ഗുഡ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്?
ഹൗസിനകത്ത് നിന്ന് ഒരു കാര്യം പറഞ്ഞു, പുറത്ത് വന്നതിന് ശേഷം മറ്റൊരു കാര്യം പറയുന്നു. ഇത് ഞാൻ മുമ്പും ഈ പറയുന്ന ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റായിട്ട് പുറത്ത് വന്നിട്ടുള്ള ഓരോ ആൾക്കാരുടെ വീഡിയോസ്, ഇൻ്റർവ്യൂസ് നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. നിങ്ങൾ പിന്നീട് ഹൗസിന് വെളിയിൽ വന്നതിന് ശേഷം നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾ കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അത് നേരെ മണ്ടേ വന്ന് പിന്നെ കറങ്ങി അടിച്ച് വന്ന് കിടക്കും. കാര്യം നിങ്ങൾ ഹൗസിനകത്ത് കിടന്ന് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തലയ്ക്ക് മണ്ടയ്ക്ക് തന്നെ കിടപ്പുണ്ട്. പിന്നീട് നേരെ വന്നിട്ട് ഓരോ ഇൻ്റർവ്യൂസിൽ നേരെ ഇതിൻ്റെ ഉൾട്ടടിച്ച് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ടയ്ക്ക് കിടക്കുന്ന ഈ സാധനങ്ങൾ നേരെ വന്ന് പിന്നെ വന്ന് ഉച്ചിയിലടിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വെറുതെ ഈ ഉൾട്ടടിച്ച് പറയേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പം നോറ പറഞ്ഞതുപോലെ വീട്ടിലുള്ള ഇപ്പം ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചിട്ടാണെങ്കിലും അത് പണയം വെച്ചിട്ട് ഇങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഇതുപോലെ വീട് വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പിന്നെ വാപ്പയൊക്കെ എന്തുകൊണ്ടാണ് നോറയുടെ ഹൗസിലേക്ക് തൻ്റെ വീട്ടിലേക്ക് പിന്നീട് വരാതിരുന്നത്? അതൊക്കെ ഒരു വലിയൊരു ചോദ്യമാണ്. കാരണം ഇത്രയും നാളും നോറയുടെ ഈ ഹൗസിനകത്ത് നോറ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും കേട്ടിട്ടുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവരുടെ മുന്നിൽ വന്നിട്ട് പിന്നീട് പറയുകയാണ് ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നോറ കഷ്ടപ്പെട്ട് ഈ പറയുന്ന ലൈവ് സ്ട്രീമിങ്ങോ ടാങ്കോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന നോറയുടെ വാപ്പ ആ ഒരു വീട്ടിലേക്ക് വരാതിരുന്നത്? എന്തായാലും ബാക്കിയും കൂടെ കാണാം. പിന്നെ ആ ആള് എന്താ പറയാ, എനിക്ക് ഭയങ്കര ഓക്വേർഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈവൻ ആ ആളുടെ വൈഫ് എന്താ ഇതൊക്കെ ലൈക്ക് ഞാൻ ആളുടെ പേരോ ആളുടെ കാര്യങ്ങളോ ഒന്നും എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. സോ ആൾക്കൊരു ഫെയിം കിട്ടണം എന്നുള്ളൊരു കേസിൽ വന്ന് എന്തൊക്കെയോ സംസാരിച്ച് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തിരിച്ച് വന്ന ദിവസം തന്നെ ഞാൻ അയാളുടെ പ്രൊഫൈൽ, ഞാൻ വന്ന സമയത്ത് ആ പ്രൊഫൈൽ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ഹവേഴ്സ് കഴിഞ്ഞപ്പോൾ ആൾ അത് ഡിലീറ്റ് ചെയ്ത്. എന്തിനാ ഡിലീറ്റ് ചെയ്ത്? പേടിച്ചിട്ടാണോ? ഓക്കെ, ഡിലീറ്റഡ് ആണല്ലോ. ആണല്ലേ? ഇത് ഞാൻ അവിടെ ഉള്ള സമയത്ത് ചിലപ്പോൾ എന്നെ ഡിഫെയിം ചെയ്ത് ചിലപ്പോൾ എനിക്ക് കുറെ ഫാമിലിയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇപ്പൊ തന്നെ ആ ഒരു സമയത്തുള്ള ടോട്ടൽ, അതായത് എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ റീസൺ ഉണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കോടതിയിൽ നിന്ന് ഈ റീസൺ ആണോ നിങ്ങൾ ഡിവോഴ്സ് ചെയ്തോ പറഞ്ഞ് ഡിവോഴ്സ് തരോ? പ്രോപ്പർ റീസൺ ഉണ്ടെങ്കിൽ ഡിവോഴ്സ് തരുള്ളൂ. പുള്ളി പറഞ്ഞെന്താ വെച്ചാൽ ഒരു 3 monthsനുള്ളിൽ തന്നെ നിങ്ങൾ അതായത് ഡിവോഴ്സ് ചെയ്യണമെന്ന് നിങ്ങൾ രണ്ടുപേരും മ്യൂച്വലി എടുത്തൊരു തീരുമാനം തന്നെയായിരുന്നു അത്. അതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ആപ്പ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നുമല്ല റീസൺ, അത് പേഴ്സണൽ ആണ്. അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഞാൻ ലീഗലി മൂവ് ചെയ്യുന്നത്. ഓക്കെ, പേഴ്സണൽ ആയിട്ട് ഇരിക്കട്ടെ. ഇതായിരുന്നു പുള്ളി പറഞ്ഞ റീസൺ ആയിട്ടുള്ളത്. അവന് അങ്ങനെ വായി തോന്നിയ പലതും വിളിച്ചറിയും. ക്രാക്കാണ്. നെക്സ്റ്റ് ക്രാക്ക് ആയിട്ടാണ് ഒഴിവാക്കി, അല്ലാതെ അവൻ എന്നെ ഒഴിവാക്കി. ഇപ്പോഴും ഒന്നാമത്തെ കാര്യം എക്സ് ഹസ്ബൻഡ് ടോട്ടൽ ചാറ്റ്സിന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അവന് ലൈക്ക് വേറൊരു കല്യാണം കഴിയുന്ന ആ ടൈം വരെ എനിക്ക് അയച്ച ടെക്സ്റ്റുകളും എൻ്റെ കയ്യിലുണ്ട്. എനിക്കിത് എങ്ങനെ പോകാൻ പറ്റുന്നുള്ള കാര്യത്തിനെ പറ്റി എനിക്ക് കറക്റ്റ് ഐഡിയ. പിന്നെ എനിക്കിത് സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷനിലേക്ക് പോകാൻ താല്പര്യമില്ല. ആ ചോദ്യത്തിന് ഒരു മറുപടി ഞാൻ പറഞ്ഞല്ലോ, അത് ഓക്കെ ഫൈൻ. അല്ലാതെ അവൻ പറഞ്ഞൊരു കാര്യത്തിന് മറുപടി ഓൾറെഡി ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പം നോറ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വെളി വന്നതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണെങ്കിൽ തന്റെ എക്സ് ഹസ്ബൻഡ് ഈ പറയുന്ന നോറയ്ക്കെതിരെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുള്ള ആ ഒരു ലൈവ് വീഡിയോ റിമൂവ് ആക്കിയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് അങ്ങനെ റിമൂവ് ആക്കി എന്നുള്ളൊരു കാരണങ്ങളൊക്കെ പറയേണ്ടത് നോറയുടെ എക്സ് ഹസ്ബൻഡ് തന്നെയാണ്. ഒപ്പം നോറ പറയുന്നുണ്ട് ഇവർക്ക് ഈ ഒരു ഡിവോഴ്സും ടാങ്കും ആപ്പും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അത് തികച്ചും പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ള എക്സ് ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾക്കെതിരെയൊക്കെ ആണെങ്കിൽ നിയമപരമായിട്ട് മൂവ് ചെയ്യാനാണ് താല്പര്യം എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ആ ഒരു കാര്യത്തെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. ആൻഡ് ഇവരുടെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തീരുമാനം എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ളൊരു കാര്യം നിങ്ങൾ രണ്ടുപേരിൽ മാത്രം ഒതുങ്ങി നിൽക്കട്ടെ. ആൻഡ് അത് വെറുതെ സോഷ്യൽ മീഡിയയിലിട്ട് വഷളാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നോറ വന്നിട്ട് അയാളൊരു ക്രാക്കാണെന്നും ഒരു സൈക്കോ ആണെന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്കിന് അത് വേറെ ഒന്നും വള്ളി പിടിക്കാതിരുന്ന് കഴിഞ്ഞാൽ കൊള്ളാം. ഓക്കെ, പിന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിനെ തുടർന്നീളമാണെങ്കിൽ ജിൻഡോ ചേട്ടൻ്റെ ആണെങ്കിലും ജാസ്മിൻ്റെ ആണെങ്കിലും കുറേ കുറ്റങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നോറ പോകുന്നത്. എന്തായാലും കൊള്ളാടെ. പിന്നെ ഏതൊരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും ഹൗസിൽ നിന്ന് വെളിയിൽ വന്നതിന് ശേഷം അവർ പറയുന്ന വാക്കുകൾ കൃത്യമായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക. കാര്യം നിങ്ങൾ ആ ഹൗസിനകത്ത് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളുടെ തലയ്ക്ക് ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട്. ഇത് നേരെ വന്നുള്ള ഇൻ്റർവ്യൂസിലൊക്കെ നേരെ ഇത് ഉൾട്ട അടിച്ചു കഴിഞ്ഞാൽ നേരെ ഈ സാധനം വന്ന് ഉച്ചിയിൽ വന്ന് പതിക്കുന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക.